സ്നേഹമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ പള്ളിയിൽ അഭിവന്യ മെത്രാപ്പോലീത്ത തോമസ് തറയിൽ പിതാവ് വെഞ്ചരിച്ച ജൂബിലി കവാടത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ജൂബിലി കവാടത്തിലൂടെ തീർത്ഥാടനമായിട്ട് വന്ന് അകത്ത് ദേവാലയത്തിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കണമെന്നാണ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനായ മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് അനുരഞ്ജനത്തിൻ്റെ ഒരു സമയമാണ്. ഈശോ മിശിഹാ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യരെ ദൈവവുമായി ബന്ധിപ്പിക്കുവാനും അനുരഞ്ജിപ്പിക്കുവാനും വേണ്ടിയാണ്. ഈ നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ജൂബിലി വർഷം എല്ലാവരും തീർത്ഥാടനമായി ഒരു ദേവാലയത്തിലേക്ക് വന്ന് ജൂബിലി കവാടം കടന്ന് ദണ്ഡവിമോചനം പ്രാപിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ അതിരൂപതയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ പാറേപ്പള്ളിയിലേക്കാണ് ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ജനുവരി മാസം 5-ാം തീയതി വരെയുള്ള സമയം നമ്മുടെ അതിരൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നും വിശ്വാസികൾ തീർത്ഥാടനമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. നല്ല ഒരുക്കത്തോടുകൂടി ഈ തീർത്ഥാടനം നടത്തി നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുവാനും ഈ ജൂബിലി വർഷത്തിൻ്റെ ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തീർത്ഥാടനത്തിൻ്റെ ദിവസങ്ങൾ ഓരോ ഇടവകളിൽക്കും പ്രത്യേകമായി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെയുള്ള ഈ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് കുടുംബസമേതം എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആളുകൾ ഈ ദേവാലയത്തിലേക്ക് വന്ന് നല്ല ഒരുക്കത്തോടുകൂടി ഈ ജൂബിലി കവാടത്തിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. തീർത്ഥാടനത്തിന് ഒരുക്കമായിട്ട് ഒരു 7-9 ദിവസം നമ്മൾ നന്നായി ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇടവകയിൽ നിന്ന് സമൂഹമായിട്ട് വരുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം. ഈ ദണ്ഡവിമോചനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ലൊരു കുമ്പസാരം നമ്മൾ നടത്തണം. നമ്മൾ അനുരഞ്ജനപ്പെടണം. മാർപ്പാപ്പയുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വ സ്തുതി ചൊല്ലി കാഴ്ചവെക്കണം. അങ്ങനെയാണ് സഭ ആവശ്യപ്പെടുന്ന ദണ്ഡവിമോചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അതിരൂപതയിൽ മുഴുവൻ ഉണർവിൻ്റെയും ആത്മീയതയുടെയും അനുഭവം ഈ തീർത്ഥാടനത്തിലൂടെ ലഭ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.